പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. കേട്ടാൽ തോന്നും വളരെ ലളിതമായൊരു പദ്ധതിയല്ലേ, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതിനെതിരെ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിന് സൗജന്യ യാത്ര എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പുരുഷന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പുരുഷന്മാരുടെ ഇന്നൊരു പ്രൈവറ്റ് ബസ് അസോസിയേഷൻ്റെ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ബസ് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ പുരുഷന്മാർക്ക് ഫ്രീ യാത്ര കൊടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്നാൽ ഈ പദ്ധതി കൊണ്ടുള്ള സമൂഹത്തിനുള്ള ഗുണമെന്തെന്ന് ഗൗരവമായി ചർച്ച ചെയ്യണം. KSRTC നഷ്ടത്തിലോടുന്ന സ്ഥാപനം തന്നെയാണ്. അത് ലാഭത്തിൽ ഓടണമെന്ന് നിർബന്ധം പിടിക്കണ്ട, പക്ഷേ ഒന്ന് ബാലൻസ് ചെയ്ത് ഓടണം എന്ന് നിർബന്ധം വേണം നമുക്ക്. എന്ന് പറഞ്ഞാൽ വലിയ ലാഭവുമില്ല, വലിയ നഷ്ടവുമില്ല, അത് ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം. അതിന് വേറൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനെ പറ്റുമെങ്കിൽ ഒരു കമ്പനി തന്നെ ആക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യണം. അത് ട്രേഡ് യൂണിയനിസത്തിൻ്റെയും യൂണിയൻകാരുടെയും മാത്രം ഒരു സ്വത്തായി പലപ്പോഴും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെയും കൂടി വിശ്വാസത്തിൽ അവർക്ക് ജോലി നഷ്ടപ്പെടാതിരുന്നാൽ പോലെ, അവർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കുക, അവരുടെ തലമുറകൾക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കുക, കൂടുതൽ നല്ല ശമ്പളം കിട്ടും, ഇതാണല്ലോ പ്രധാനം. അല്ലാതെ അതിവൈകാരികമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പൊതുമേഖല സ്വകാര്യ മേഖല ഇങ്ങനെ ബഹളം ഉണ്ടാക്കി പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ വിഷയം അതല്ല. ഇങ്ങനെ സൗജന്യം കൊടുത്താൽ എന്താണ് ഗുണങ്ങൾ പല ഗുണങ്ങളുണ്ട്. നമുക്ക് എണ്ണി പറയാം. ഒന്നാമത്തെ ഗുണം, സ്ത്രീകൾ കൂടുതലായി ബസ്സിൽ യാത്ര ചെയ്യും. ഇപ്പോൾ ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ പോകുന്നവരും കാറിൽ പോകുന്നവരും ആട്ടോയിൽ പോകുന്നവരും പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവരും ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് കയറും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് കയറുന്നത് കൊണ്ട് ഭർത്താക്കന്മാരും ആൺകുട്ടികളും മക്കളും ഒക്കെ സഹോദരങ്ങളും ഒക്കെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ സാധ്യത കൂടുതലാണ്. ഒരു കുടുംബം ബസ്സിനകത്ത് നിൽക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് വരികയാണെങ്കിൽ അതിനകത്ത് സ്ത്രീക്ക് സൗജന്യമുള്ളത് കൊണ്ട് പുരുഷനും കൂടി അതിനകത്ത് കയറും. അങ്ങനെ വരുമാനം വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ള വേറൊരു തലം അതിനുണ്ട്. നമ്മൾ കാണാത്ത ചില തലങ്ങളാണ്. അടുത്തൊരു കാര്യം, ഈ സ്ത്രീകൾ 3500ഓളം വരുന്ന ഈ സർക്കാർ ബസ്സുകളായാലും പ്രൈവറ്റ് ബസ്സായാലും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നിത്യയാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആരാണ്? ഇപ്പോൾ സർക്കാർ ജോലിയുള്ളവർക്ക് മിക്കവാറും വാഹനം കാണും, അവർക്ക് വാഹനങ്ങൾ കാണും. അല്ലെങ്കിൽ അവർ വാഹന സൗകര്യങ്ങൾ ഒരുക്കിയായിരിക്കും പോകുന്നത്. അവർ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിലൊന്നും കടന്നിടിച്ച് പോകാനൊന്നും നിൽക്കാറില്ല. സാധാരണ ജോലി ചെയ്യുന്ന തയ്യൽ തൊഴിലാളികൾ, ടെക്സ്റ്റൈൽസ് തൊഴിലാളികൾ, ആഭരണ കടയിൽ നിൽക്കുന്നവർ, നഴ്സുമാർ, മാനേജ്മെൻറ്റ് കോളേജുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, എയ്ഡഡ് സ്കൂളുകളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ വളരെ സാധാരണമായ തുച്ഛമായ പണം കിട്ടുന്ന ഒരുപാട് മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ, പിന്നെ തൊഴിലുറപ്പുകാർ, കുടുംബശ്രീക്കാർ, പിന്നെ ഇങ്ങനെ ഹരിതകർമ്മ, ഇങ്ങനെ വളരെ സാധാരണമായ ജോലി ചെയ്യുന്ന അറ്റൻഡർമാർ, പ്യൂണന്മാർ, ആയമാർ, ഹെൽപ്പർമാർ, അംഗനവാടിക്കാർ, ആശാ വർക്കേഴ്സ്, ഇങ്ങനെ വളരെ സാധാരണ ശമ്പളം കിട്ടുന്ന, നാമമാത്ര ശമ്പളം കിട്ടുന്ന മഹാഭൂരിപക്ഷമാണ് സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്. അവർക്ക് സൗജന്യം കൊടുത്താൽ ആ തുക ഒരു ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ചിലപ്പോൾ 10 രൂപ വന്നാലും ഒരു മാസത്തേക്ക് 300 രൂപ വരും. ആ 300 രൂപ വീട്ടിൽ ചെന്നാൽ അതവർ വച്ചുകൊണ്ടിരിക്കത്തില്ല. ശരി, ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്ന ടിക്കറ്റ് എടുക്കാത്ത 300 രൂപ നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റിയെങ്കിൽ 300 രൂപ ഇരിക്കട്ടെ എന്നല്ല വിചാരിക്കുന്നത്. അവർ മാർക്കറ്റിലിറങ്ങി പുതിയ സാധനങ്ങൾ മേടിക്കും. അതിൻ്റെ ടാക്സിൻ്റെ രൂപത്തിലും പല രൂപത്തിലും ഇത് സർക്കാരിലേക്ക് വരും. ഒരു മണി സൈക്കിൾ അല്ലെങ്കിൽ ഒരു എക്കോണമി സൈക്കിൾ വളരെ കൃത്യമായി സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകളുടെ അന്തസ്സ് കൂടും. തനിക്ക് പണമില്ലെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട്. 3, ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. 4, പണമില്ലാത്ത ദിവസവും യാത്ര ചെയ്യാം. അത്യാവശ്യം കയ്യിൽ പൈസ ഇല്ലെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കൂട്ടാൻ ഇത് നല്ലതായിരിക്കും. സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ സുരക്ഷയുടെ ഭാഗത്തേക്ക് വരും. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അവർ പുരുഷന്മാരുടെ അടിമകളായി അടുക്കളയിൽ കിടക്കുന്നതിന് പകരം പുറത്തിറങ്ങി യാത്ര ചെയ്യണം. അതൊരു ശാക്തീകരണ പ്രവർത്തനമാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മകുട ഉദാഹരണമാണ് ഈ സൗജന്യ യാത്ര. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യണം. അപ്പോൾ തീർച്ചയായും യാത്ര ചെയ്യുമ്പോൾ അവരുടെ കായികമായ അവർക്ക് ബലം കൂടും, മാനസികമായ ബലം കൂടും, ഒരു കോൺഫിഡൻസ് അവർക്ക് കൂടും, എന്താ പറയുക,
അവർക്ക് അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി കൂടും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏതൊരു കാര്യവും, അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സൈക്കിൾ ഫ്രീ ആയിട്ട് കൊടുത്ത ജയലളിത. എന്തിന് ആൺകുട്ടികൾക്ക് കൊടുത്തില്ല? പെൺകുട്ടികളെ ആ രീതിയിൽ കരുത്തരാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ്. അവരുടെ കോൺഫിഡൻസ് ലെവൽ സമൂഹത്തിൽ ഞങ്ങൾ പിന്നോട്ടല്ല, ഞങ്ങൾ സ്ത്രീയായി ജനിച്ചത്, പെണ്ണായി ജനിച്ചത്, പെൺകുട്ടിയായി ജനിച്ചത് എന്തോ തെറ്റാണ്, ഞങ്ങൾ അടുക്കളയിൽ കിടക്കേണ്ടവരാണ് എന്നുള്ളതല്ല. ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾക്കും അന്തസ്സുണ്ട് എന്ന് ഒരു അന്തസ്സിൻ്റെ, അഭിമാനത്തിൻ്റെ, ഒരു ആത്മാഭിമാനത്തിൻ്റെ, ഒരു സ്വയംബോധത്തിൻ്റെ ഒരു ഇലമെൻറ്റ് നമ്മൾ സർക്കാർ കൊടുക്കണം. അവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയിട്ടല്ല ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന സർക്കാർ, എമ്പതി കൊടുക്കുന്ന സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഹരിത ചിന്ത ഇതിനകത്ത് വരും. അത് ഹരിത ചിന്ത എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു ചിന്ത ഇതിനകത്ത് വരും. കാരണം ധാരാളം ആളുകൾ വലിയ ബസ്സിലേക്ക്, ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് മാറും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാമ്പത്തിക ഉണർവുണ്ടാവും, സ്ത്രീകളുടെ അന്തസ്സ് വർദ്ധിക്കും, ഹരിതപരമായ കാര്യങ്ങൾ നടക്കും, പാരിസ്ഥിതികമായ ഗുണങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പൊതുഗതാഗതത്തിന് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പൊതുഗതാഗതം അട്രാക്റ്റ് ആവുകയും ആളുകൾ പൊതുഗതാഗതത്തിലേക്ക് വരികയും ചെയ്യണം. അപ്പോൾ സ്ത്രീകൾ വരുന്നതോടുകൂടി കുടുംബങ്ങൾ ഒന്നായി പൊതുഗതാഗതത്തിലേക്ക് മാറിയാൽ, ഇനി പുരുഷന്മാരും എല്ലാവരും പൊതുഗതാഗതം സ്വീകരിച്ചാൽ നമുക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാം. നമുക്ക് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് കൊണ്ടുവരാം. ഇലക്ട്രോണിക് വണ്ടിയിലേക്കൊക്കെ മാറുകയാണ് അവർ. അപ്പോൾ വളരെ മനോഹരമായ ഒരു പുതിയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തമാശ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു രീതി, നമ്മൾ അറിയാത്ത ഒരു KSRTC സിസ്റ്റമുണ്ട്. നമുക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് 3125 ഓർഡിനറി ബസ്സുകൾ. തിരുവനന്തപുരത്ത് 687, കൊല്ലത്ത് 415, പത്തനംതിട്ടയിൽ 150, ആലപ്പുഴയിൽ 227, കോട്ടയത്ത് 162, ഇടുക്കിയിൽ 125, എറണാകുളം 325, തൃശ്ശൂരിൽ 153, പാലക്കാട് 122, മലപ്പുറത്ത് 98, കോഴിക്കോട് 156, വയനാട് 172, മലപ്പുറം 98, മലപ്പുറത്താണ് ഏറ്റവും കുറവ്, കണ്ണൂർ 205, കാസർഗോഡ് 128. അങ്ങനെ 3125 ബസ്. ഇനി ഓർഡിനറി ബസ് തന്നെ നല്ല രസകരമാണ്. ഓർഡിനറി ഉണ്ട്, സിറ്റി ഓർഡിനറി ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഉണ്ട്, ടൗൺ ടു ടൗൺ ഓർഡിനറി ഉണ്ട്, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഉണ്ട്, പോയിന്റ് ടു പോയിന്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഉണ്ട്, ഗ്രാമവണ്ടിയുണ്ട്. ഇങ്ങനെ പല പല സ്റ്റെപ്പിൽ ഓർഡിനറി വിഭാഗം തന്നെ ധാരാളമുണ്ട്. അപ്പോൾ അതിലെല്ലാം 3125 വണ്ടികളിൽ ആളുകൾക്ക് സൗജന്യം കിട്ടും എന്നുള്ളത് വെറുമൊരു സൗജന്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതൊരു ജനതയുടെ ഒരു വനിതാ ശാക്തീകരണത്തിൻ്റെ, വിമൺ എംപവർമെൻറ്റ് പ്രോജക്റ്റായി കാണണം. അവിടെയാണ് കരുണയുടെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ പുതിയ മുഖം തുറക്കുന്നത്.